ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങനെ വെൽക്കം ടു ആൽവിൻസ് ഒപ്പീനിയൻ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് ദി ഇയർ, നമ്മുടെ മലയാളം മൂവി ഓഫ് ദി ഇയർ എന്ന് പറയാം. മാർക്കോ. യെസ്, ദ മോസ്റ്റ് വയലന്റ് മൂവി മലയാളം ഹാസ് എവർ സീൻ. ആൻഡ് ആ ഒരു ഹൈപ്പ് എലമെൻറ്റിന് ഫുൾ നീതി പുലർത്തുന്ന ഒരു സിനിമയാണ്. ഐ മസ്റ്റ് ടെൽ യു, ഞാൻ ഇത് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, ഫസ്റ്റ് ഹാഫ് ടു എ പോയിന്റ്, ടു എ മാർക്ക് ഇറ്റ്സ് ഓക്കെ, വയലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ടു മാർക്ക് ഓക്കെ. പക്ഷെ സെക്കൻഡ് ഹാഫ്, ആ ഇൻ്റർവെൽ പോർഷൻ, ആ ഇൻ്റർവെൽ ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒരു പോക്കുണ്ട് എൻ്റെ മോനെ. ആൻഡ് എനിക്കിവിടെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ ടീം, ഇതിൻ്റെ ഡയറക്ടർ ഹനീഫ് അഡേനി. മാൻ, ഹാറ്റ്സ് ഓഫ് ടു. നിങ്ങളുടെ ആ ഒരു ധൈര്യം, നിങ്ങളും ഈ പ്രൊഡ്യൂസറും, അതായത് ആരായിരുന്നു പ്രൊഡ്യൂസർ, ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്നൊരു ആളാണ്. ആൻഡ് ഉണ്ണിമൂന്തനും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരെ സമ്മതിക്കണം. ഇതുപോലത്തെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാന്ന് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എവ്രി വൺ ക്യാൻ ഡു ഇറ്റ്, ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ ചെയ്യാന്ന് പറയുന്നത്. ആൻഡ് ഒരു തരത്തിലും പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് അവർ നല്ല ലാവിഷായി തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ സിനിമയിൽ കാണാനും പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, വെൽ ബിൽഡ്, ആക്ഷൻ പാക്ഡ് സ്റ്റഫ്. കിട്ടില്ലായിരുന്നു സിനിമയുടെ. ആൻഡ് പിന്നെ ഇതിൻ്റെ എടുത്തു പറയാനുള്ള ആക്ഷൻ സീക്വൻസ്, സ്റ്റൺസ്, കലേ കിങ്സൺ എന്നൊരു ആളാണ് ചെയ്തേക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല പുള്ളിയുടെ പ്രീവിയസ് വർക്ക്സ് ഒന്നും, പക്ഷെ മച്ചനെ കിടിലായി ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ഷൻ സീക്വൻസസ്. പിന്നെ മ്യൂസിക്കും ബീജിയും ചെയ്തേക്കുന്നത് രവി ബസ്രൂറാണ്. ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ് വാസ് വെരി ഗുഡ് കമ്പയർ ടു ഞാൻ മറ്റേ സിംഗം അഗൈൻ ഒക്കെ കണ്ട ടൈമിൽ. അതൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ട് മറ്റേ ബ്ലഡൊക്കെ ഇട്ടേക്കുന്ന ഡബ്സിയുടെ വെർഷനാണ്. അത് ആ ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് ക്രെഡിറ്റ്സിലായതുകൊണ്ട് നമുക്കത് തള്ളിക്കളയാനും പറ്റില്ല. സോ അപ്പോൾ അത് കേട്ടേ പറ്റി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഇത്. പേഴ്സണലി എനിക്കത് വർക്കായില്ല. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നല്ല രസം ചെയ്തിട്ടുണ്ട്. ആരാണ് ചെയ്തതെന്ന് എനിക്കൊരു ഇതില്ല. പിന്നെ എഡിറ്റിങ് ഷമീർ മുഹമ്മദ് ആണ്. എഡിറ്റിങ് നല്ല രസം. ഷമീർ മുഹമ്മദ് അത് നല്ല ആസ് യൂഷ്വൽ പുള്ളിയുടെ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ. ആൻഡ് ആർട്ട് ഡയറക്ഷൻ എടുത്ത് പറയണം. ഇതിനകത്ത് ഈ ഓരോ സംഭവങ്ങൾ, അതായത് ഇതിനകത്ത് വെപ്പൺസ് ആയാലും ഇതിൻ്റെ ആ ഒരു സെറ്റ് പരിപാടിയാണെങ്കിലും ഒക്കെ കിട്ടില്ല ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഇത് എല്ലാവരെയും കാണിക്കാൻ പറ്റുന്ന ഒരു പടമല്ല. ഇത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. സോ ഇത് കുട്ടികളൊന്നും കാണിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. അതായത് ബിലോ, ഇവിടെ ബഹ്റൈനിൽ, ഇവിടെ ഞാൻ സിനിപോളസ് ഉണ്ടത്, ആൻഡ് ഇവിടെ 12+ ആയിരുന്നു ഏജ് റേറ്റിംഗ്. ഇപ്പോൾ 12+ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും ഒരു അഡൽട്ട് അക്കമ്പനി ചെയ്തിട്ടാണ് ഞങ്ങൾ പോകേണ്ടത്. ഞാനും എൻ്റെ ഒരു കസിനുമായിട്ടാണ് ഞാൻ പോയത്. സോ അതുകൊണ്ടാണ് എന്നെ അവർ കയറ്റിയത്. ആൻഡ് പക്ഷേ ഈ കൊച്ചു കുട്ടികളൊന്നും ഈ സിനിമ കാണിക്കരുത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. പ്ലീസ്, ദൈവത്തെ ഓർത്ത് കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും ബ്രൂട്ടലാണ് ഈ പടം. ജോൺ വിക്ക് ഒന്നുമല്ല ഈ സിനിമയുടെ മുന്നിൽ. ജോൺ വിക്ക് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് മൂവി, ഫൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. എനിക്ക് ഒരിടത്ത് ലാഗായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ആ ഒരു പേസിങ് അത്യാവശ്യം നല്ലൊരു കീപ്പപ്പ് ചെയ്ത് പോകുന്നു. പേഴ്സണലി എനിക്കൊന്നും ഫീൽ ചെയ്തില്ല ലാഗ്. ആൻഡ് ഇറ്റ് വാസ് ഒരു നല്ലൊരു പടമായിരുന്നു. ഒരു ആക്ഷൻ ഹൈപ്പിന് ഉണ്ട് ഈ സിനിമ, അത് എനിക്ക് പറയാനുള്ളത്. ഹൈപ്പിനുള്ളതുണ്ട് ഈ സിനിമ. ആൻഡ് എനിക്കിവിടെ പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു വയലൻ്റ് പടമായിട്ടാണ് ആനിമൽ, സന്ദീപ് റെഡ്ഡി വാങ്ങയുടെ. എനിക്ക് പുള്ളിയോട് പറയാനുള്ള, ഈ ഹനീഫ് അഡേനിയെ കണ്ടെത്തി എങ്ങനെയാണ് ഒരു വയലൻ്റ് പടമൊക്കെ എടുക്കേണ്ടതെന്ന് ഒന്ന് പഠിക്കുക കേട്ടോ. എന്നാലേ അടുത്ത ആനിമൽ പാർക്ക് എന്ന് പറയുന്നൊരു അവതാരം കൂടി ഇറക്കുന്നില്ലേ, അതിനെങ്കിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചേർക്കാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്.